ശബരിമല വിഷയത്തിൽ സിപിഎം നിലപാട് മാറുമോ എന്ന ചോദ്യത്തിന് മാറാത്തതായി ഒന്നുമില്ലെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ കോടതി പറഞ്ഞപ്പോഴാണ് യുവതികളെ മല കയറ്റിയത്. ജനാധിപത്യത്തിന്റെ അന്തസ്സ് സംരക്ഷിക്കുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. PK ശശി വിഷയത്തിൽ പാർട്ടിയുമായി പ്രശ്നമുണ്ടെന്നും അതുകൊണ്ടാണ് ബ്രാഞ്ചിൽ ഇരിക്കുന്നതെന്നും ശശിയല്ല ആര് പോയാലും സിപിഎമ്മിന് പ്രശ്നമില്ലെന്നും MV ഗോവിന്ദൻ പ്രതികരിച്ചു. ഷൊർണൂർ കുളപ്പുള്ളിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ശബരിമല വിഷയത്തിൽ സർക്കാർ കോടതിയിൽ പറയുന്ന കാര്യം തനിക്ക് പറയാനാവില്ലെന്നും ശബരിമല വിഷയത്തിൽ സിപിഎം നിലപാട് മാറുമോ എന്ന ചോദ്യത്തിന് മാറാത്തതായി ഒന്നുമില്ലെന്നും എന്നായിരുന്നു MV ഗോവിന്ദന്റെ മറുപടി. വിശ്വാസികളുടെ താൽപര്യവും ജനാധിപത്യവും സംരക്ഷിക്കണമെന്നും കോടതി പറഞ്ഞപ്പോഴാണ് യുവതികളെ കയറ്റിയത്. ജനാധിപത്യത്തിന്റെ അന്തസ്സ് സംരക്ഷിക്കുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ഞാനാണോ ഗവൺമെന്റല്ലേ അത് കോടതിയുടെ ഭാഗമായിട്ട് പറയാനുള്ള കാര്യം കോടതിയിലല്ലേ പറയാം. അതിന് മുമ്പ് ഞാനെങ്ങനെയാ ആ കാര്യം ഇവിടെ പറയാം. വിശ്വാസികളുടെ താല്പര്യം സംരക്ഷിക്കണം, എന്നാൽ ജനാധിപത്യപരമായ ഉള്ളടക്കത്തെ ശക്തിപ്പെടുത്തും. രണ്ടും രണ്ടല്ലേ, ഒരുമിച്ചാണ് കോടതിന്റെ മുമ്പിൽ വരട്ടെ. ഞങ്ങൾ അന്ന് കോടതി പറഞ്ഞ അടിസ്ഥാനപ്പെടുത്തി അയക്കുകയും ചെയ്തത്. കാരണം ഞങ്ങൾ പറഞ്ഞ കാര്യത്തെ അടിസ്ഥാനപ്പെടുത്തിയല്ല. അന്ന് കോടതി എന്താ പറഞ്ഞിരുന്നത്? കയറ്റുന്നല്ലേ കോടതി പറഞ്ഞ നിലപാടാണെന്ന്. കയറ്റണ്ടെന്ന് പറഞ്ഞപ്പോ കയറ്റണം പറഞ്ഞപ്പോ കയറ്റണം. കോടതി നിലപാടാണ് ഞങ്ങൾ എടുക്കുന്നത്. അല്ലാതെ ഞങ്ങളുടെ നിലപാട് സ്വീകരിച്ചു ഞങ്ങൾ പറഞ്ഞിട്ടില്ല. PK ശശി വിഷയത്തിൽ പാർട്ടിയുമായി പ്രശ്നമുണ്ടെന്നായിരുന്നു MV ഗോവിന്ദന്റെ മറുപടി. അതുകൊണ്ടാണ് PK ശശി ബ്രാഞ്ചിൽ ഇരിക്കുന്നത്. ശശിയല്ല ആര് പോയാലും സിപിഎമ്മിന് ഒരു പ്രശ്നവുമില്ലെന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. ഞങ്ങൾക്കത് ഒരു പ്രശ്നമുള്ള കാര്യമല്ല. പാർട്ടിക്കകത്ത് നടപടിയും സംഘടനാപരമായ സമീപനം അതിന്റെ എല്ലാം ഭാഗമായിട്ട് ചില ആളുകളൊക്കെ മാറ്റി നിൽക്കുകയോ അല്ലെങ്കിൽ ചില സഖാക്കള് ഇപ്പോൾ ഉള്ള സ്ഥാനത്ത് മാറുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടാവും. ആ ചെയ്ത കാര്യങ്ങളെല്ലാം പാർട്ടി സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങളാണ്. അതൊക്കെ സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന സംഘടനാപരമായ പ്രവർത്തനത്തിന്റെ ഒരു ശുദ്ധീകരണ പ്രക്രിയയുടെ ഭാഗമായിട്ട് ഉണ്ടാകുന്നതാണ്. ആ പ്രക്രിയ വേറെ ഒന്നും നിങ്ങൾ ധരിക്കേണ്ടി. പാർട്ടിയുടെ പ്രശ്നങ്ങളോട് പാർട്ടി പറയുന്നത് ഇതാവാൻ ധരിച്ചിട്ടുള്ളത് എന്തായാലും ചോദ്യം പ്രശ്നമുണ്ട്. ആഗോള അയ്യപ്പ സംഗമം വിഷയത്തിൽ ഓഡിറ്റ് റിപ്പോർട്ട് പൂർണ്ണമല്ല. ദേവസ്വം ബോർഡിന്റെ മുന്നിൽ റിപ്പോർട്ട് വന്നിട്ടില്ല. പൂർണ്ണ റിപ്പോർട്ട് വരട്ടെ, അപ്പോൾ പ്രതികരിക്കാമെന്നും തികച്ചും തെറ്റായ അപാകത നിറഞ്ഞ റിപ്പോർട്ടാണിതെന്നുമായിരുന്നു MV ഗോവിന്ദന്റെ മറുപടി. ദേവസ്വം ബോർഡിന്റെ മുമ്പിൽ ആ കാര്യങ്ങൾ വന്നില്ലാന്നല്ലേ അവരിപ്പം ഇന്നിപ്പം പറഞ്ഞത്. ദേവസ്വം ബോർഡിനെ പരിശോധിക്കാനുള്ള ഒന്നും രീതിയിലുള്ള ബോർഡ് റിപ്പോർട്ട് അവരുടെ മുമ്പിൽ വന്നില്ല. അവർക്ക് ഇതൊന്നും സംബന്ധിച്ച് കൃത്യമായിട്ട് പറയാൻ സാധിച്ചിട്ടില്ല. സ്പോൺസർഷിപ്പിന്റെ ഭാഗമായിട്ട് 3 കോടിയോളം രൂപ അവർ കിട്ടിയിട്ടില്ലാതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതൊന്നും ശരിയായ റിപ്പോർട്ടല്ല. പൂർണ്ണ റിപ്പോർട്ട് വരട്ടെ, അപ്പോൾ നമുക്ക് അതിനെ പറ്റി പ്രതികരിക്കും. മതരാഷ്ട്രവാദത്തോടെ യോജിപ്പില്ലെന്ന് സമസ്ത വ്യക്തമാക്കിയിട്ടുണ്ട്. സമസ്ത കൃത്യമായ മുന്നറിയിപ്പ് UDFന് നൽകിയിരിക്കുകയാണ്. VD സതീശനും PK കുഞ്ഞാലിക്കുട്ടിക്കുമുള്ള മുന്നറിയിപ്പാണിത്. UDF ജമായത്തെ കൂട്ടുപിടിക്കുന്നതിനുള്ള മുന്നറിയിപ്പാണ് സമസ്ത നൽകിയതെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. UDF ഒരു ഭാഗത്ത് ജമായത്തെ ഇസ്ലാമി, വേറൊരു ഭാഗത്ത് BJP. രാജീവ് ചന്ദ്രശേഖരൻ വർഗീയവാദിയല്ല എന്ന സർട്ടിഫിക്കറ്റ് നൽകിയത് VD സതീശനാണ്. അപ്പോൾ പോലീസിന്റെ പഴയ കാലം അതിന്റെ പുതിയ രൂപമാണ് കേരള കോൺഗ്രസ്, BJP, ലീഗ്, ജമാഅത്തെ ഇസ്ലാമി. അതിന്റെ കോർഡിനേറ്ററാണ് യഥാർത്ഥത്തിൽ VD സതീശൻ.